بسم الله الرحمن الرحيم. ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ തൃപ്തരായ ഇഷ്ടക്കാരായി മാറാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിവിൻ്റെ പരമാവധി നിഷ്ഠയോടെ നിലനിർത്താൻ, മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ഇടയാകുന്നതിൽ ഉൾപ്പെടാൻ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അങ്ങോളം പരിശ്രമിക്കുകയും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമൂഹം ലോകത്ത് ഇതര മതവിശ്വാസികളിൽ നിന്നുമൊക്കെ വേറിട്ട് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. കൃത്യമായ പ്രമാണങ്ങളുടെയും ന്യായവാദങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തപ്പെട്ട ഒരേ ഒരു ആദർശവും ദർശനവും മതവിശ്വാസവും ഇസ്ലാമിൻ്റേതാണ്. അതിൻ്റെ കാതലായ വശം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഉൾപ്പെടെ ഈ പ്രപഞ്ചവും അതിലുള്ള സംവഹന സംവിധാനങ്ങൾ ചെറുതോ വലുതോ വ്യത്യാസമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതും അവൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും അവൻ മാത്രം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതുമാണ്. ഈ കാര്യങ്ങളിലൊന്നും വേറെ യാതൊരാൾക്കും യാതൊരു തരത്തിലുള്ള പങ്കും കൂട്ടുകെട്ടും കഴിവും ഇല്ല. ആകയാൽ നമ്മുടെ സകലമാന ആവശ്യങ്ങൾക്കും പ്രാർത്ഥിക്കേണ്ടതും സഹായം തേടേണ്ടതും യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം 40 വർഷക്കാലം മകൻ നഷ്ടപ്പെട്ട വേദനയിൽ കരഞ്ഞ്
വബിയല്ലത്ത് അലൈനാഹു മിനൽ ഹുസ്നി വഹുവ കലീം എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. കണ്ണീരൊഴുകി ഒഴുകി ഒഴുകി കണ്ണീര് നഷ്ടപ്പെട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തി അദ്ദേഹം. സങ്കടത്തോടെ മക്കൾ പറഞ്ഞു, പടച്ചോനെ, വാപ്പ ഈ കോലത്തിൽ ഇനി മുന്നോട്ട് പോയാൽ ഇപ്പൊ കണ്ണിന്റെ കാഴ്ചയെ നഷ്ടപ്പെട്ടുള്ളൂ, അങ്ങയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മക്കളെ, ഇന്നമ അസ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്. മക്കളെ, ഞാൻ എൻ്റെ കഷ്ടപ്പാടും വേദനയും സങ്കടവും ദുഃഖവും ബേജാറും വിഷമങ്ങളും എല്ലാം പറയുന്നത് എൻ്റെ റബ്ബിനോടാണല്ലോ. റബ്ബിനോട്. അതാണ് നമ്മുടെ പ്രത്യേകത. ആ റബ്ബിനല്ലാതെ നമുക്ക് യാതൊരു തരത്തിലുള്ള ഗുണമോ ദോഷമോ വരുത്താൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് പറഞ്ഞതാണ്. യാസീനിൽ ആ ചെറുപ്പക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഈ ഉരുദിർ റഹ്മാൻ ബിളുറിൻ, എൻ്റെ റബ്ബ് എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കിയാൽ അതാരാ തീർത്തു തരാൻ? അതെന്റെ റബ്ബിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ആരാണുള്ളത്? അങ്ങനെ പലയിടങ്ങളിലായി ചോദിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അങ്ങനെയാണല്ലോ. വഅലം അന്നൽ ഉമ്മത്ത ലബിജ്തമഉ വലാ യൻഫഉക ലാ യൻഫഉക ബിശൈഇൻ ലാ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബഹു അല്ലാഹു ലക്. മകനെ, സമുദായമേ, നിങ്ങൾ അറിയണം, സമൂഹം മുഴുവനും ഒന്നിച്ചു നിന്ന് നിങ്ങൾക്കൊരു ഉപകാരം വരുത്താൻ തീരുമാനിച്ചാലും അങ്ങനെ ഒരു ഉപകാരം നിങ്ങൾക്കുണ്ടാവണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടില്ല എങ്കിൽ സമൂഹത്തിന് നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല. വലവിജിതമോല യളുറൂക ലാ യളുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബഹു അല്ലാഹു ലക്. അവരെല്ലാവരും കൂടി നിങ്ങളെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലും റബ്ബ് അങ്ങനെ ഒരു ഉപദ്രവ, ആപത്ത്, തിരിച്ചടി, പ്രതിസന്ധി നിങ്ങൾക്കുണ്ടാവണമെന്ന് തീരുമാനിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നതാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലക്കാലം പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട മഹാനുഭാവനാണല്ലോ. അവസാനം അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു, യാ നൂഹു ഖദ് ജാദൽതനാ ഫഅക്സർത ജിദാലനാ ഫഅതിനാ ബിമാ തഅദുനാ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. നൂഹ്, ഇത് ഞങ്ങൾ സഹിച്ചു മടുത്തു. കുറെ കാലമായി നീ ഞങ്ങളോട് തർക്കിക്കാൻ തുടങ്ങിയിട്ട്, വാദപ്രതിവാദം നടത്താൻ തുടങ്ങിയിട്ട്, ഇത് നീ ഇവിടെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നിനക്കെതിരെ നടപടികൾ സ്വീകരിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയങ്ങള്, ഫഅജ്മിഉ അംറകും വശുറകാഅകും സുമ്മ ലാ യകുൻ അംറുകും അലൈക്കും ഉമ്മത്തൻ സുമ്മ ഖുലു ഇലയ്യ വലാ തുള്ളിറുന്ന. ഞാനിത് പറയൽ നിർത്താൻ പോലില്ല. അതിന്റെ പേരിൽ നിങ്ങൾ എന്തൊക്കെയാണോ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്, ആരൊക്കെയാണോ അതിന് നിങ്ങൾ കൂട്ടുപിടിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്, അവരെ എല്ലാം കൂട്ടുപിടിച്ച് നിങ്ങൾക്ക് എനിക്കെതിരെ എന്ത് നടപടിയും സ്വീകരിക്കാം. അല്ലാഹുവല്ലാത്ത യാതൊരാളും എനിക്കൊരു ഉപദ്രവവും വരുത്തുമെന്ന് എനിക്കൊരു പേടിയുമില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോളൂ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയുണ്ടായി. ഇതേ വെല്ലുവിളി തന്നെ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്കെതിരെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, അതിന് കാത്തിരിക്കേണ്ടതില്ല, എവിടെ വെച്ചുമാവാം. റബ്ബ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളെ കൊണ്ടും എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അത് തന്നെയാണ് പറഞ്ഞത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഖുർആനിൽ ഏറ്റവും കൂടുതൽ തൗഹീദി പ്രബോധന രംഗത്ത് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന വ്യക്തിത്വം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. വത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയും. അദ്ദേഹം ആളുകളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ നാട്ടുകാർ
യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടും കേട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്കുള്ള മറുപടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്ത അതിമനോഹരമായ ചില വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അശ്ശുഅറാഇന്റെ 69 മുതൽ 89 വരെയുള്ള വചനങ്ങളിലുണ്ട്. അത് നമ്മളൊന്ന് വീട്ടിൽ പോയിട്ട് തഫ്സീർ എടുത്തിട്ടൊന്ന് വെറുതെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അവിടെ വിശദീകരിച്ചത് കാണാം. അദ്ദേഹത്തിന്റെ ജനത നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, മനുഷ്യരെ ആരാധിക്കുന്നവരുണ്ട്, മരണപ്പെട്ടു പോയവരെ ആരാധിക്കുന്നവരുണ്ട്. അവിടെ ആൾദൈവവാദിയായ നമ്രൂദ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ കൂടെ അദ്ദേഹത്തിനെതിരെ ഒരുമിച്ച് കൂടുന്ന അത്യപൂർവമായ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം അവരോട് ചോദിക്കുന്നത്, ഖുർആൻ പറയും, ഫത്ലു അലൈഹി നബഅ ഇബ്രാഹിം, നിങ്ങൾക്ക് തൗഹീദ് വ്യക്തിത്വം, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ചരിതം ഒന്ന് വിശുദ്ധ ഖുർആനിൽ വത്തുലു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല, വത്തുലു അലൈഹി നബിയെ അങ്ങയുടെ ജനതക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുക. നബഅ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലെ ഒരു സന്ദർഭം നിങ്ങളൊന്ന് ഓതി കേൾപ്പിക്കുക. എന്താ സംഭവം എന്നറിയോ? ഇത് ഖാലലി അബീഹി വഖൗമിഹി മാ തഅബുദൂൻ. അദ്ദേഹം ഒരു ജനതയോട് ഒറ്റക്ക് നിന്നിട്ട് അവരുടെ മനസ്സിനോട് സംവദിക്കുകയാണ്. ജനങ്ങളെ, അദ്ദേഹത്തിന്റെ ഉപ്പയോടും ജനങ്ങളോടും അദ്ദേഹം സംവദിക്കുകയാണ്. മാ തഅബുദൂൻ, നിങ്ങൾ ഈ ആരാധിക്കുന്നവയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഇവ എന്താണ്? ഇവ കൊണ്ട് എന്താണ്? ഖാലു, അപ്പൊ അവർക്ക് പറയാനുള്ളത്, നഅബുദു അസ്നാമൻ ഫനളല്ലു ലഹാ ആകിഫീൻ, ഞങ്ങൾ ആരാധിക്കുന്നവ ചില ബിംബങ്ങളാണ്, വിഗ്രഹങ്ങളാണ്, അത് ഞങ്ങൾ കാലാകാലങ്ങളായി തുടർന്നു വരുന്നവയാണ് എന്ന് അവരൊരു കേവല മറുപടിയും പറഞ്ഞു. നമുക്ക് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട പലരോടും അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളെയും വിശ്വാസങ്ങളെയും കുറിച്ച് ചോദിച്ചാൽ കിട്ടാനുള്ള മറുപടിയും ഇതു തന്നെയാണ്. ഫനളല്ലു ലഹാ ആകിഫീൻ, ഇത് കുറെ കാലമായിട്ട് കാരണവന്മാരായിട്ട് ഞങ്ങളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഉസ്താദുമാര് ഞങ്ങളോട് അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടാവൂല, ഞങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അവരോട് ചോദിച്ചു, ഖാല ഹൽ യസ്മഊനകും ഇത് തദ്ഉൻ, അല്ല നിങ്ങൾ വിളിച്ചാൽ ഇവർ കേൾക്കുമോ? മനുഷ്യൻ നമ്മൾ മുസ്ലിമീങ്ങളാവുന്നത് എങ്ങനെ എന്നതാണ് ഈ പറഞ്ഞു. ഹൽ യസ്മഊനകും ഇത് തദ്ഉൻ, നിങ്ങൾ വിളിച്ചാൽ ഇവർ കേൾക്കുമോ? ഔ യൻഫഊനകും ഔ യദുറൂൻ, അല്ല ഇവർ നിങ്ങൾക്ക് വല്ല ഉപകാരവും ചെയ്യാൻ കഴിയുന്നവരാണോ? നിങ്ങൾക്ക് വല്ല ഉപദ്രവവും വരുത്താനോ ഇവർക്ക് കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അവർക്ക് പറയണത്, ഖാലു ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫഅലൂന, അതൊന്നുമില്ല, ഇവരെ കൊണ്ട് ഞങ്ങൾക്ക് ഗുണോ ദോഷമൊന്നും ഞങ്ങൾക്ക് കിട്ടിയതായിട്ട് അനുഭവങ്ങളില്ല. പക്ഷേ ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫഅലൂൻ, കാരണവന്മാരായി ഞങ്ങൾ ഇങ്ങനെയാണ് കണ്ടുവരുന്നത്, ഞങ്ങൾ അതിനെ പിന്തുടരുകയാണ്. അപ്പൊ അദ്ദേഹം അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക്, എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങളുടെ ഈ സമ്പ്രദായങ്ങളെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, ആരാധനകളെക്കുറിച്ച്, നിങ്ങളുടെ നിലപാടുകളെക്കുറിച്ച് എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം. അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ, ഇപ്പോൾ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ കാരണവന്മാരിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു കിട്ടിയതുമായ ഈ വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, മുസൽമാന് പറയാനുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. മുസൽമാന് പറയാനുള്ളത് എന്താണ്? ഫഇന്നഹും അദുവുലി, അവയൊന്നും എന്നോട് എന്റെ കൂടെ നിർത്താൻ പറ്റിയവയല്ല, അതൊക്കെ ആദർശപരമായ എന്റെ ശത്രുപക്ഷത്താണ്, എന്റെ എതിർപക്ഷത്താണ്. ഇല്ലാ റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവല്ലാതെ നിങ്ങൾ ഈ ആരാധിക്കുന്ന ഒരു സമ്പ്രദായങ്ങളോടും യോജിച്ചു പോകാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ അല്ലാഹുവെ ആരാധിക്കുന്നത്, അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് കേൾക്കണോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറയാം, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ. ഒന്ന് മുഅ്മിനീങ്ങൾ പഠിക്കാനാട്ടോ, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, കാരണം അവനാണ് എന്നെ സൃഷ്ടിച്ചത്,
അവനാണ് എന്നെ പടച്ചത്, അവനാണ് എന്നെ ഇന്നത്തെ ഈ രൂപത്തിലാക്കിയത്. എനിക്ക് ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ധാർമ്മിക മൂല്യങ്ങളും ആത്മീയ മൂല്യങ്ങളും മതവിശ്വാസവും ഒക്കെ ഉൾപ്പെടെയുള്ള ഞാൻ ഇന്ന് എത്തിപ്പെട്ട ഈ മാർഗത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയവൻ അല്ലാഹുവാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയും, ഐ ഹുവൽ ഖാലിഖുല്ലദീ ഖദ്ദറ ഖദ്റൻ, ഞാൻ എന്തായി തീരണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിഞ്ഞവനും അത് ചെയ്തവനുമാകുന്നു അല്ലാഹു. വഹദൽ ഖലായിക ഇലൈഹി, ഏത് കാര്യത്തിനു വേണ്ടിയാണോ ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് അതിനുള്ള സംവിധാനങ്ങളൊക്കെയും എനിക്ക് ഇവിടെ ഒരുക്കി വെച്ചവൻ അല്ലാഹുവാണ്. ഫിറഔൻ മൂസാ കലീമുല്ലാഹി അലൈഹിസ്സലാമിയോട് ചോദിച്ചാൽ വമർ റബ്ബുക്കുമായ മൂസ എന്ന ചോദ്യത്തിന് മൂസാ നബി അലൈഹി സ്വലാം നൽകിയ മറുപടിയും അത് തന്നെയാണ്, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ ജീവിക്കും അതിൻ്റെതായ പ്രകൃതം നൽകുകയും ആ പ്രകൃതത്തിനനുസരിച്ച് ജീവനോപാധികൾ ഏർപ്പെടുത്തുകയും ആ ജീവനോപാധികൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അതിന് നൽകുകയും ചെയ്തവനാകുന്നു എന്റെ റബ്ബ്. എന്നിട്ട് അദ്ദേഹം പറയും ഫകുല്ലു യജ്രി അലാ മാ ഖദ്ദർ, അല്ലാഹുവിന്റെ പടപ്പുകളെല്ലാം അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് നടക്കുക, ജീവിക്കുക, മുന്നോട്ട് പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നെ പടക്കുക മാത്രമല്ല വല്ലദീ ഹുവ യുതഇമുനി വയസ്ഖീൻ, എനിക്ക് അന്നപാനീയങ്ങൾ നൽകുന്നവനും അല്ലാഹുവാകുന്നു. ഇന്ന് നമ്മുടെ ആളുകൾക്ക് പോലും പറയാനുള്ളത് അത് അവിടുത്തെ ബർക്കത്ത് കൊണ്ടാണ്, അത് ഇവിടുത്തെ കുരുത്തം കൊണ്ടാണ്, അത് അവിടുത്തെ കുരുത്തക്കേട് തട്ടിയതാണ് എന്നൊക്കെ പറയുന്ന മുസ്ലിം സമുദായത്തോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ പരിചയപ്പെടുത്തുന്ന പടച്ചവനെ പരിചയപ്പെടുത്തേണ്ടത് അത്യാവശ്യമല്ലേ പ്രിയപ്പെട്ടവരെ? അദ്ദേഹം പറയാ വല്ലദീ ഹുവ യുതഇമുനി വയസ്ഖീൻ ഹുവൽ ഖാലിഖി വറാസിഖി ബിമാ സഖറ വയസ്സറ മിനൽ അസ്ബാബി സമാവിയ്യ വൽ അർളിയ്യ, എനിക്ക് ഭക്ഷണപാനീയങ്ങൾ ഏർപ്പെടുത്തിയ ആകാശത്തും ഭൂമിയിലും അതിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ നോക്കാണ് വൈദാ മരിളത്തു ഫഹുവ യസ്വീൻ, എനിക്ക് രോഗം വന്നാൽ ആരോടൊക്കെയാണ് ഈ സമുദായത്തിലെ മെമ്പർമാർക്ക് പറയാനുള്ളത് നോക്കാണ്. ആന കുത്താൻ വരുമ്പോ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയാ, ആനയാണ്ട് ഒഴിഞ്ഞു പോകുമ്പോ ബദരീങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മുസ്ലിം സമുദായം അധപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോ നോക്കാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു വർത്താനം വൈദാ മരിൽതു ഫഹുവ യസ്വീൻ, എനിക്ക് രോഗം വന്നാൽ അത് ശിഫയാക്കുന്നവൻ, ആ ശിഫയാക്കുന്നവനാണ് എന്റെ രക്ഷിതാവ്. അതിന്റെ മാതിരി വിശദീകരണം വഇദാ വഖഅതു ഫീ മറലിൻ, അത് വിശദീകരിച്ചതാ. എനിക്കൊരു അസുഖമുണ്ടായാൽ, ഞാനൊരു അസുഖത്തിൽ പെട്ടുപോയാൽ ആ രോഗം ശിഫയാക്കാൻ അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല. ഒരു ഡോക്ടറെടുത്ത് പോയാൽ അദ്ദേഹം പറയും നമ്മൾ ചികിത്സിക്കും, നിങ്ങൾ പ്രാർത്ഥിച്ചോളിട്ടോ, രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. പക്ഷെ ഒരു ഉസ്താദിന്റെ അടുത്ത് പോയാൽ ഉസ്താദിന് പറയാനുള്ളത് നേരെ തിരിച്ചാ അല്ലേ? ദീന് പഠിക്കുന്ന ആളുകൾക്ക്, ദീന് പഠിപ്പിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് ആ രോഗം മാറ്റാനുള്ള കഴിവുള്ള ആളിപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, അയാൾക്ക് എന്തെങ്കിലും നേർച്ചയാക്കിയാൽ മതി എന്ന് പഠിപ്പിക്കുന്ന ആളുകൾക്കിടയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൗത്യത്തിന്റെ പ്രാധാന്യം എത്രയാണ്? അക്കാലത്തേക്കാൾ 6000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ആ പ്രബോധനം അന്നത്തെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ ജനങ്ങളെ പഠിപ്പിക്കേണ്ടുന്ന കാലം ഇന്നാണ്. അസുഖം കാണാൻ പോകുമ്പോൾ രോഗിയെ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യസ്വീക എന്നാണ്. ഒന്ന്, അസ്അലുല്ലാഹൽ അലീം, മഹാനായ എന്റെ റബ്ബിനോട് ഞാൻ ആവശ്യപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു. ആ റബ്ബൽ അർശിൽ അലീം, മഹാസിംഹാസനത്തിന്റെ അധിപനായ അല്ലാഹുവോട് നിനക്ക് സുഖം നൽകണം, ശിഫ നൽകണം എന്ന് ഞാൻ ചോദിക്കാം, പ്രാർത്ഥിക്കാം സഹോദര എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച്. മറ്റൊരു പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ വസ്ഫി അൻത സാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക് ശിഫാഅ ലാ യുഗാദിറു സഖമ എന്നാണ്. അല്ലാഹുവേ, ജനങ്ങളുടെ രക്ഷിതാവേ, കഷ്ടപ്പാടുകൾ അകറ്റുന്ന
നൽകുന്നവന്, ഈ സഹോദരന് സിഫ നൽകണമേ, നീയല്ലാതെ സിഫ നൽകുന്നവൻ ആരുമില്ലല്ലോ പഠിച്ചവനെ, ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രൂപത്തിൽ സിഫ നൽകണമേ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഈ സമുദായത്തിന്റെ മക്കൾ ആ പ്രാർത്ഥനയെ പുറങ്കാലുകൊണ്ട് തള്ളിക്കളഞ്ഞ് മറ്റു ചില കേന്ദ്രങ്ങളിലേക്ക് ഇത്യാദി ആവശ്യങ്ങൾക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് പോവുക. അവിടെയാണ് ശൈഖ് മുഈനുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞല്ലോ, ലാ യസ്കുവന്ന ഫി ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദി മിൻ ഖൽഖില്ല. എന്ത് കഷ്ടപ്പാടുണ്ടായാലും എന്ത് പ്രയാസങ്ങളുണ്ടായാലും അള്ളാന്റെ ഒരു പടപ്പിനോടും അതിനെ കുറിച്ചിട്ടൊരു ആവലാതി പറയരുത്. കാരണം എന്താ? ലി അന്നഹു ലാ ളറ വലാ നാഫിയ വലാ ജാലിബ വലാ മുദാഫിയ ഗൈറുല്ലാഹ്. അല്ലാഹുവല്ലാതെ ഒരു ഉപകാരം ചെയ്യാൻ ആർക്കും കഴിയില്ല, ഒരു ഉപദ്രവം ഉണ്ടാക്കാനും ആർക്കും കഴിയില്ല, അല്ലാഹു തീരുമാനിച്ച ഒരു ഉപകാരം തടഞ്ഞു വെക്കാൻ ആർക്കും കഴിയില്ല, അല്ലാഹു കൊണ്ടുവരുന്ന തീരുമാനിച്ച ഒരു ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്യാനും ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങും മകനെ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, തിരുസുന്നത്ത് പഠിപ്പിക്കുന്നു, മഹാപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഈ സമുദായം ഇപ്പോഴും മറ്റൊരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നിടത്ത് നമ്മുടെ അധപ്പതനത്തിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം അദ്ദേഹം പറയും, വല്ലദീ യുബീതുനി സുമ്മ യുഹ്യീൻ. അവൻ തന്നെയാണ് എന്നെ മരിപ്പിക്കുന്നതും അവൻ തന്നെയാണ് എന്നെ ജനിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും. ഇതിന് രണ്ടിലും ഒരാൾക്കും ഒരു കഴിവുമില്ല. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് വല്ലദീ യത്മഉ അൻ യഗ്ഫിറ ലി ഖതീഅതി യൗമദ്ദീൻ എന്നാണ്. വല്ലദീ യത്മഉ അൻ യഗ്ഫിറ ലി ഖതീഅതി യൗമദ്ദീൻ. ഖിയാമത്ത് നാളിൽ എന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും എന്റെ പാപങ്ങൾ പുറത്തു തരാൻ കഴിവുള്ളവൻ ഒരേ ഒരാളുള്ളൂ, അത് ഞാൻ ആ പ്രതീക്ഷ ഞാൻ വെച്ചു പുലർത്തുന്നതും എന്റെ റബ്ബായ അല്ലാഹുവിലാകുന്നു. നിങ്ങൾ ഇക്കണ്ട് കാണായ ആരാധന സമ്പ്രദായങ്ങളെല്ലാം സ്വീകരിക്കുന്നവർക്ക് നിങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങൾ കൊണ്ട് ഇത്തരം ഒരു മെച്ചമുണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആ മഹാനുഭാവനെ പിന്തുടരുവാനാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചത്. ആ മഹാനുഭാവന്റെ കാൽപ്പാടുകൾ പിന്തുടരുന്നവർക്കാണ് സ്വർഗമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഒരു സമുദായത്തെ ഒറ്റക്ക് നിന്ന് നയിച്ചവൻ എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് തങ്ങളുടെ വിഗ്രഹങ്ങളെ, ആരാധനാ സമ്പ്രദായങ്ങളെ കുറിച്ച് ഭയപ്പെടുത്തിയ കൂട്ടുകാരോട് അദ്ദേഹം ചോദിക്കുന്നതിന് ചോദ്യങ്ങളുണ്ട്. നിങ്ങള് പ്രപഞ്ച സംവിധായകനായ അള്ളാഹുവിന്റെ ശിക്ഷ ഭയപ്പെടുന്നില്ല? പ്രപഞ്ച സംവിധായകനായ അള്ളാഹുവിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുന്നതിന് നിങ്ങൾ ഭയപ്പെടുന്നില്ല. നിങ്ങൾക്കാവട്ടെ അതിനൊരു ന്യായീകരണവും തെളിവും ഒട്ടും പറയാനുമില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് പ്രപഞ്ച സംവിധായകനായ അള്ളാഹുവിനല്ലാത്ത യാതൊരു കഴിവുമില്ലാത്ത മറ്റുള്ളവരെ നിങ്ങൾ ആരാധിക്കുന്നത് ഒഴിവാക്കുന്നതിന് ഞാൻ എന്തിനു പേടിക്കണം? ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി ഇൻ കുന്തും തഅലമൂൻ. അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന എനിക്കാണോ അതോ അല്ലാഹു അല്ലാത്ത ഒരു കഴിവുമില്ലാത്തവയെ ആരാധിക്കുന്ന നിങ്ങൾക്കാണോ ഇദ്ദുനിയാവിൽ സുരക്ഷിതമായി ജീവിക്കാൻ, നിർഭയത്വത്തോടെ ജീവിക്കാൻ, പരലോകത്ത് നിർഭയത്വത്തിന്റെ മേഖലയായ സ്വർഗം ലഭിക്കാനുള്ള അർഹതയുള്ളത് എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയും, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംന വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ, അള്ളാഹുവിന്റെ കഴിവിൽ, അള്ളാഹുവിന്റെ പരലോകത്ത് അള്ളാഹുവിൽ മാത്രം വിശ്വാസമർപ്പിച്ച് വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, ആ ഈമാനിൽ, ആ തൗഹീദിൽ ഒരു തരത്തിലുള്ള കലർപ്പും ചേരാൻ അനുവദിക്കാതെ, ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും അവിടെ വരാൻ അനുവദിക്കാതെ ശുദ്ധ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ആർക്ക് സാധിക്കുന്നുവോ ഉലൈക ലഹുമുൽ അംന, അവർക്ക് ഏതേത് കഷ്ടപ്പാടുകളിലും ഏതേത് പ്രതിസന്ധികളിലും ഏതേത് തിരിച്ചടികളിലും ഏതേത് ആക്രമണങ്ങളിലും അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാകും, നിർഭയത്വം ഉണ്ടാകും, അവർക്ക് ഭയപ്പാടുണ്ടാവില്ല. വഹും മുഹ്തദൂൻ, അവർക്കാണ് ഹിദായത്ത് ഉള്ളതും അവരാണ് ഹിദായത്ത്
ഹിദായത്തിന് അർഹതപ്പെട്ടവർ, അവരാണ് ഹിദായത്ത് ലഭിക്കാനുള്ള യോഗ്യതയുള്ളവർ, അവർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകുക എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ പരിചയപ്പെടുത്തി അള്ളാഹുവിനെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സാഹചര്യമാണ് എന്നർത്ഥം. പലതിൻ്റെയും പേരിൽ പലതരത്തിലുള്ള മുതലെടുപ്പുകൾ വരുന്നു, ഒരുപാട് വിവിധങ്ങളായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു, അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്നു, ഒറ്റപ്പെടുത്തപ്പെടുമെന്ന ഭീഷണി ഉണ്ടാകുന്നു. ഇവിടെയൊക്കെ നമ്മുടെ മുമ്പിലുള്ള പരിഹാരം അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കുക, അവരിൽ മാത്രം ആരാധനകൾ സമർപ്പിക്കുക, അവനോട് മാത്രം ചോദിക്കുക, അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി വിശുദ്ധമായ ജീവിതം നയിക്കുക എന്നതാണ് ഇതിനെല്ലാമുള്ള പരിഹാരം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആ രൂപത്തിൽ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാനും മരിക്കാനും കഴിയുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. الله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على نبينا وحبيبنا محمد الأمين وعلى آله وصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا ما بعد. أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്കും വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ച് മുത്തഖികളായി മരിക്കുന്നവരിൽ ഉൾപ്പെടണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോരോ തരത്തിലുള്ള പ്രതിസന്ധികൾ ഈ സമുദായം ഇങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കപ്പെടുകയാണോ അല്ലയോ അള്ളാഹു ആലും നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഏതോ ചില ആളുകൾ വന്ന് അവരേത് മതത്തിന്റെ വക്താക്കളാണ്, ഏത് ജാതിക്കാരാണ്, ഏത് രാജ്യക്കാരാണെന്ന് പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്തൊക്കെയോ നമ്മൾ കേൾക്കുന്നു. ചില ആ വ്യക്തികളുടെ പേര് ചോദിച്ച് അവർ മുസ്ലിങ്ങളല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവരെ ക്രൂരമായി വേട്ടയാടി കൊന്നതിൻ്റെ ഓർമ്മയിലാണ്, ആ ഒരു ഞെട്ടലിലാണ് നമ്മളുള്ളത്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് കാണാം. ബനൂ ഇസ്രായേലിലെ ഒരു സംഭവം വിശദീകരിച്ചുകൊണ്ട് അതിനുമപ്പുറം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഹാബീലിനെ കൊന്ന കഥ പറഞ്ഞിട്ട് അല്ലാഹു പറയും, ഇന്ന അജ്ലി ദാലിക കതബന അലാ ബനീ ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നത് അത് പ്രതികാരത്തിന്റെ പേരിൽ, പ്രതികാരക്കൊലയുടെ പേരിലല്ലെങ്കിൽ ഭൂമിയിൽ അവൻ ജീവിച്ചാൽ നാട്ടുകാർക്കും മനുഷ്യർക്ക് ആപത്തുണ്ടാകുമെന്ന അവസ്ഥയില്ലാത്ത സമയത്താണെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാനിടയാകാൻ, അയാളുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണോ അയാൾക്ക് ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന്റെ ശിക്ഷയാണ് കിട്ടാനുള്ളത്. അതിനിടയിൽ കണ്ടില്ല ആദിൽ ഹുസൈൻ ഷാ 28 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ നാട്ടിൽ വെച്ച് ക്രൂരമായി കൊവട്ടയാടപ്പെടുന്ന പാവം മനുഷ്യരുടെ മതം നോക്കാതെ, അവരുടെ വർഗം നോക്കാതെ, അവരുടെ നാട് നോക്കാതെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട രക്തസാക്ഷിയായ ഒരു പാവം നോക്കാണ് നിങ്ങൾ ഖുർആൻ പറയാ, മറ്റു മനുഷ്യരുടെ ജീവൻ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ലോകത്തെ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിന്റെ പ്രതിഫലം, കൂലിയാണ്, പദവിയാണ്, ഔന്നത്യമാണ് അവർ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിന്റെ പേരിൽ ഒരു മെഴുകുതിരി വട്ടത്തിന്റെ ചൂട് പോലും മറ്റൊരാളെ മതത്തിന്റെ പേരിലോ മറ്റെന്തിന്റെയോ പേരിലോ ഏൽപ്പിക്കാൻ ഇസ്ലാം അതിന്റെ അനുയായികളെ ഒരു മേഖലയിലും അനുവദിക്കുന്നില്ല. ഇസ്ലാമിന്റെ പേര് സമാധാനം, സംരക്ഷണം, കീഴ്പ്പെടൽ, വിധേയത്വം
സഹോദരത്വം എന്നാണ്. അതൊരു തരത്തിലും അക്രമത്തെയും അതിക്രമത്തെയും മറ്റൊരാൾക്ക് ശല്യമുണ്ടാക്കുന്നതിനെയും അനുവദിക്കുകയോ അനുകൂലിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യുകയില്ല. ആ സഹോദരി പറഞ്ഞു നോക്കാണ്, എനിക്ക് കാശ്മീരിൽ എന്റെ വാപ്പ എന്റെ അച്ഛനെ എന്റെ കൺമുമ്പിൽ വെച്ച് വെടിവെച്ച് കൊന്നത് ആരാണെങ്കിലും ശരി, അവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനും എനിക്ക് ആവശ്യമായ സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു തരാനുണ്ടായത് 2 മുസ്ലിം സഹോദരന്മാരാണ്. എനിക്ക് കാശ്മീരിൽ 2 ആങ്ങളമാരെ കിട്ടി. എനിക്ക് കാശ്മീരിൽ 2 ആങ്ങളമാരെ കിട്ടി. അള്ളാഹു അവരെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമുസ്ലിം സഹോദരി ഇതിനിടയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നിടത്ത് ആണ് ഇസ്ലാം എന്താണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ ദൂതരെ, ഈ വർഗീയത എന്നത്, വംശീയത എന്നത് സ്വന്തം ആളുകളെയും ജനങ്ങളെയും സ്നേഹിക്കുന്നതിന്റെ പേരാണോ എന്ന്? സ്വന്തം ആളുകളെയും വർഗത്തെയും കുടുംബത്തെയും നാട്ടുകാരെയും സ്നേഹിക്കുന്നതിന്റെ പേരാണോ വർഗീയത എന്ന് മുഹമ്മദ് ബിൻ മുസ്ലിം റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ല, അതിന്റെ പേരല്ല. പിന്നെ എന്താണ് വർഗീയത എന്നാൽ? അതിന്റെ പേര് കാല വലാകിന്നൽ അസബിയത അയ്യുഈന അർറജുല ഖൗമഹു അലൽ ളുൽമ. സ്വന്തം ആളുകൾ അക്രമം പ്രവർത്തിക്കുമ്പോൾ അവരെ ന്യായീകരിക്കുന്നതിന്റെ പേരാണ്, അവരെ സഹായിക്കുന്നതിന്റെ പേരാണ്, അവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കുന്നതിന്റെ പേരാണ്, അക്രമിയെ ന്യായീകരിക്കുന്നതിന്റെ പേരാണ് വർഗീയത. അക്രമിക്ക് കൂട്ടുനിൽക്കുന്നതിന്റെ പേരാണ്, അവര് സംരക്ഷണം ഒരുക്കുന്നതിന്റെ പേരാണ് വർഗീയത. ആ വർഗീയത മുസൽമാനിലുണ്ടായാൽ അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞെന്താണെന്നറിയോ? അവരെ കുറിച്ച് 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, മാ ദഖല ഫീ റജുലിൻ മിനൽ അസബിയ്യത്തി ശൈഉൻ. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു സംഭവം, ഒരു സ്വഭാവം രൂപപ്പെട്ടു വരുന്നു. ആ സ്വഭാവം അവനിലുള്ള സകല നന്മയും നഷ്ടപ്പെടുത്തുന്നു, അവന്റെ ഈമാൻ നഷ്ടപ്പെടുത്തുന്നു, അവന്റെ പരലോക വിജയം നഷ്ടപ്പെടുത്തുന്നു. എങ്കിൽ അതിലേറ്റവും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് മിസ്ലു മാ ദഖല ഫീഹി മിനൽ അസബിയ്യ, ഒരാളിൽ വർഗീയത കടന്നുകൂടുക എന്നതാണ്. ഒരാളിൽ വർഗീയത കടന്നുകൂടുന്നതോടുകൂടി അയാളുടെ സ്വഭാവം നഷ്ടപ്പെടുന്നു, അയാളുടെ ഈമാൻ നഷ്ടപ്പെടുന്നു, അയാളുടെ ഇസ്ലാം നഷ്ടപ്പെടുന്നു, അയാളുടെ പരലോകം നഷ്ടപ്പെടുന്നു എന്ന് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ വളരെ വൃത്തിയായി രേഖപ്പെടുത്തി വെച്ച് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ, അവൻ മുസൽമാനെയല്ല. വർഗീയതക്ക് വേണ്ടി ന്യായീകരിക്കുന്ന, ആളെ കൂട്ടുന്ന, ക്ഷണിക്കുന്ന അതിന്റെ വക്താക്കൾ ആരല്ല? മുസൽമാനെയല്ല. വർഗീയതക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, ആയുധമെടുക്കുന്നവൻ, അവൻ മുസൽമാനല്ല. വർഗീയതക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനിടയിൽ ശത്രുവിന്റെ കൈയാൽ കൊല്ലപ്പെടുന്നവൻ, രക്തസാക്ഷിത്വമർത്താൻ അർഹത പോയിട്ട് മുസൽമാൻ എന്ന പേര് പറയാൻ പോലും അവൻ അർഹനല്ല, ഈ സമുദായത്തിന്റെ മെമ്പർ അല്ല അവൻ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യ മഹാരാജ്യം ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സൗഹാർദ്ദം നിലനിൽക്കുന്നതിന്റെ തെളിവാണ് നമ്മൾ കണ്ടത്. നമുക്കിടയിൽ ജാതിയില്ല, നമുക്കിടയിൽ മതമില്ല, നമുക്കിടയിലുള്ള ജാതീയതയും മതവിശ്വാസവും ഒക്കെ നമ്മുടേത് മാത്രമാണ്. ഓരോ മനുഷ്യനെയും പരസ്പരം തന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുക എന്നതാണ് മുസൽമാന്റെ ഐഡിയോളജി. അതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. അതുതന്നെയാണ് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യവും എന്ന് ബോധ്യപ്പെട്ട കാലമാണ് നമുക്ക് കഴിഞ്ഞ 2 ദിവസങ്ങൾ. ഇന്ന് രാവിലെ വരെ അത് കണ്ടപ്പോൾ കണ്ണീര് വരികയാണ്. ആരായിരുന്നു, ആരാണത് ചെയ്തത് എങ്കിലും അവരെ ന്യായീകരിക്കാൻ ഒരാളും ഇല്ല എന്ന് മാത്രമല്ല, അത് ഞങ്ങളുടെ അയൽപ്പക്കത്തെ 2 ചെറുപ്പക്കാരാണ് എന്ന്
തിരിച്ചറിഞ്ഞപ്പോൾ ആ അയൽപ്പക്കക്കാരൊക്കെ കൂടെ കൂടിയിട്ട് ആ രണ്ടുപേരുടെ വീടിന് തീയിട്ട് അവർ ഈ നാട്ടിലെ വേണ്ട എന്ന് പറഞ്ഞ, ഈ രാജ്യത്തെ അവർ വേണ്ട എന്ന് പറഞ്ഞ ആ ഒരു ചിന്താഗതിയാണ് നമ്മളൊക്കെയും വളർത്തിക്കൊണ്ടുവരേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ, ഇവിടുത്തെ പൗരന്മാരുടെ, നമ്മുടെ സുരക്ഷിതത്വമാണ് നമുക്ക് വലുത്. അതുകൂടി നമ്മുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഒരിടത്തും ഒരു പോയിന്റിൽ പോലും, ഒരു നിമിഷം പോലും ഈ അക്രമവുമായി, വർഗീയതയുമായി, ഈ കൊലപാതക രാഷ്ട്രീയവുമായി ന്യായീകരിക്കാവുന്നതോ പിന്തുണക്കാവുന്നതോ അല്ല. അതിന് നയാ പൈസയുടെ സഹായം ചെയ്യാവുന്നതുമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സമ്പൂർണമായ തൗഹീദിന്റെ, ശുദ്ധമായ ഈമാനിന്റെ വക്താക്കളും പ്രയോക്താക്കളും പ്രചാരകരുമായി ദീർഘകാലം ജീവിക്കാൻ, ആയുസ്സോടെ ആരോഗ്യത്തോടെ ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ, മുത്തഖികളായി കലിമത്തു തൗഹീദ് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദുനിയാവിനോട് വിട പറയാൻ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം കുടുംബസമേതം നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ അത്യുന്നതങ്ങളിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള അക്രമങ്ങളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള അരാജകത്വത്തിൽ നിന്നും, എല്ലാ തരത്തിലുള്ള അധാർമികതകളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മളെയും നമ്മുടെ മുഴുവൻ സഹോദരങ്ങളെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഏത് സമയങ്ങളിലും ആരാധനയും പിന്നെ പ്രതീക്ഷയും പ്രാർത്ഥനയും സർവവും അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചു വിട്ടുകൊണ്ട് തൗഹീദിന്റെ വക്താക്കളും പ്രയോക്താക്കളും പ്രചാരകരുമായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ചുറ്റുപാടുകളിലുള്ള എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അന്തസ്സോടെ അഭിമാനത്തോടെ രാജ്യത്ത് ജീവിക്കാനും രാജ്യത്തിന്റെ നന്മക്കും ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സന്മനസ്സും സന്നദ്ധതയും റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ സത്യവിശ്വാസികളായ സർവർക്കും റഹ്മാനായ റബ്ബ് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ ജീവിച്ചിരിക്കുന്നവരിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം, നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അർഹമുറാഹിമീനായ റബ്ബേ ശിഫ നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ സദുദ്ദേശങ്ങളെല്ലാം നിറവേറ്റി തരയണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ കിതാബിലും സുന്നത്തിലും തൗഹീദിലും സുന്നത്തിലും ഉറച്ചു നിന്ന് ജീവിക്കുന്നവർ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ദീനിനെയും മതമൂല്യങ്ങളെയും ദീനിന്റെ നയനിലപാടുകളെയും ഹലാൽ ഹറാമുകളെയും ഹക്കുബാത്തിലുകളെയും ആചരിക്കുന്നത് അഭിമാനമായി അലങ്കാരമായി തോന്നിപ്പിക്കുന്ന ഒരു തലമുറയെ ഞങ്ങളുടെ യുവാക്കളിൽ നിന്നും ഞങ്ങളുടെ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നും വളർത്തിക്കൊണ്ടുവരയണമേ റഹ്മാനെ. അത്തരം സംവിധാനങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനും നേതൃത്വം കൊടുക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും, എല്ലാ തരം മാഫിയകളിൽ നിന്നും, റാക്കറ്റുകളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ വ അജ്രി വാലിദീനാ വ അഹ്ലീനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഹസ്സിൻ ലനാ മുറാദനാ വയസ്സിർ ലനാ ഉമൂറനാ യാ റബ്ബൽ ആലമീൻ. اللهم ألف قلوبنا يا مؤلف القلوب. اللهم اشف أمراضنا يا شافي الأمراض. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.